ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ക്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 22 നടന്ന സെറ്റ് എക്സാമിനേഷന്റെ ആൻസർ കീ LBS ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രൊവിൻഷ്യൽ ആൻസർ കീ ആണ്. നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഈ ഒരു ആൻസർ കീയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു ക്ലെയിമിൽ നിങ്ങൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കൂടി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനൊപ്പം യു ഹാവ് ടു പേ ആൻ എമൗണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ DD ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 300 രൂപയാണ് ആ ഒരു DD എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് DD കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് LBSലേക്ക് നിങ്ങൾക്ക് അത് പേ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആൻസർ ചലഞ്ചിങ് പെർഫെക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, LBSന്റെ ആൻസർ കീയിൽ തെറ്റുണ്ട് എന്ന് കൃത്യമായ പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പേ ചെയ്ത ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കണ്ട ആ സ്ക്രീനിൽ ആ ഒരു ആൻസർ കീന്റെ ഒരു ചലഞ്ച് ചെയ്യുന്ന ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലൂ കളർ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആൻസർ കീ എടുത്തതിന് ശേഷം ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ക്ലിക്ക് ടു ഗെറ്റ് ഡീറ്റെയിൽസ് ഓൺ ചലഞ്ചിങ് ദ ആൻസർ കീസ്, അവിടെയും യു ക്യാൻ ഫൈൻഡ് ദ ഡീറ്റെയിൽസ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കീ ചലഞ്ച് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു PDF നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ എന്ന് യു ഹാവ് ടു മെൻഷൻ യുവർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ. ദാറ്റ് മീൻസ് ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ വെക്കുക, വേർഷൻ A ആണോ B ആണോ എന്ന് വെക്കുക, ഏത് ക്വസ്റ്റ്യൻ നമ്പർ ആണെന്ന് വെക്കുക. ആൻഡ് ആൻസർ കീ ഓപ്ഷനിൽ LBS പബ്ലിഷ് ചെയ്ത ആൻസർ A, B, C or D, നിങ്ങൾ അതിന് ചലഞ്ച് ചെയ്യുന്ന ആൻസറിന്റെ ഓപ്ഷൻ ഏതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പേപ്പർ 2 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ വെച്ചു ആൻഡ് വേർഷൻ A, ക്വസ്റ്റ്യൻ നമ്പർ 70. അവർ പബ്ലിഷ് ചെയ്ത ആൻസർ A ആൻഡ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത് C. അപ്പൊ അങ്ങനെയാണെങ്കിൽ പബ്ലിഷിന്റെ അവിടെ A എന്നും ചലഞ്ചിന്റെ അവിടെ C എന്നും എഴുതുക. ആൻഡ് ദ റീസൺ ഫോർ ചലഞ്ച് വിത്ത് പ്രൂഫ്, അത് നിങ്ങളൊരു വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. അങ്ങനെ ഒരു വേഗ് ആയിട്ടുള്ള ഒരു പ്രൂഫ് അല്ല വേണ്ടത്. കൃത്യമായ ഏതെങ്കിലും ബുക്കുകളുടെ പേജ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ അറ്റാച്ച് ദാറ്റ് പേജ്. ആ പേജിന്റെ ഒരു കോപ്പി എടുത്തിട്ട് യു ക്യാൻ അറ്റാച്ച് ദാറ്റ്. അതിനുശേഷം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചലഞ്ചഡ്, നിങ്ങളുടെ DDയുടെ നമ്പറും ഡേറ്റും ആൻഡ് DD എമൗണ്ട്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ചാലഞ്ച് ദ ആൻസർ കീ. ആൻഡ് നിങ്ങൾ അതിന് താഴെയായിട്ട് ഇങ്ങനെ റീഫണ്ട് ഡീറ്റെയിൽസും കൂടി ഉണ്ട്. നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ നെയിം, അഡ്രസ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, ബാങ്ക്, ബ്രാഞ്ച്, IFSC കോഡ് എല്ലാം വെക്കുക. ആൻഡ് യു ഹാവ് ടു പുട്ട് യുവർ സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് എവറിത്തിങ്. കാരണം നിങ്ങളുടെ കംപ്ലൈന്റ് ജെന്യുവൻ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെമിറ്റ് ചെയ്ത ആ ഒരു ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഈ ഒരു ചലഞ്ചിന് ടൂസ് അക്കാഡമി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ സബ്ജക്റ്റിലോ പേപ്പർ 1-ൽ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ദ ചലഞ്ചിങ് ആൻസർ കീ, ആൻസർ ഓപ്ഷൻ നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ പിൻ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ വീഡിയോയിലകത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് ചലഞ്ച് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഏത് പ്രൂഫ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാൻ സാധിക്കും എന്ന ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊരു 1 വീക്ക് ടൈമേ നമുക്കുള്ളൂ. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സോ നിങ്ങൾ എത്രയും വേഗം കമന്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.